ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മയിൽക്കുറ്റി പോലും ഉണ്ടാക്കാത്ത RSS ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ ചെറുക്കും എന്ന് സ്വന്തമായ ഒരു LP സ്കൂൾ പോലും തുടങ്ങാൻ കെൽപ്പില്ലാത്ത ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി. ഈ രാജ്യത്ത് കോളേജുകളും സ്കൂളുകളുമായി RSSന്റെ കീഴിൽ ഏകദേശം 13,000-ത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഏകദേശം 33 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 1.5 ലക്ഷത്തിലധികം അധ്യാപകരും ഉണ്ടാവും. എന്നിട്ട് പൊതുജനങ്ങളുടെ കാശുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിൻവാതിലിലൂടെ കയറുകയും ഗുണ്ടായിസം കാണിക്കുകയും ചെയ്തുകൊണ്ട് ആളാവാൻ ശ്രമിക്കുന്ന കമ്മികളാണ് RSSനെ വിദ്യാഭ്യാസത്തെ പറ്റി പഠിപ്പിക്കാൻ നടക്കുന്നത്. ഏതോ പാർട്ടി ക്ലാസ്സിൽ നിന്ന് കിട്ടിയ മണ്ടൻ അറിവുമായി കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സഖാവ് ശിവപ്രസാദിനെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി P ശാംരാജേട്ടൻ എടുത്തിട്ട് കൊടുത്തപ്പോഴാണ് സത്യത്തിൽ ഈ വിദ്യാഭാരതിയെ പറ്റിയിട്ട് സഖാവ് അറിഞ്ഞത്. എന്നാ പിന്നെ വിദ്യാനികേതനെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു കുട്ടി സഖാവ്. പുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് പുതിയ പ്രസിഡന്റിന്റെ കാര്യം. നേരെ കയറി പിടിച്ചത് ഗുരുപൂജയും. വേശ്യകൾക്ക് എന്ത് പാതിവൃത്യം, SFIക്ക് എന്തു ഗുരുപൂജ. ജീവിച്ചിരിക്കവേ തന്നെ അധ്യാപകർക്ക് കുഴിമാടം തോണ്ടാനും അധ്യാപകരെ ക്ലാസ്സിലിട്ട് പൂട്ടാനും അവരുടെ കൈയും കാലും തല്ലി ഓടിക്കാനും ഒക്കെ നടക്കുന്ന SFIക്ക് എന്തു ഗുരുപൂജ, എന്തു ഗുരുത്വം. പിന്നെ ഇങ്ങളെ പോലെ ഞങ്ങളുടെ കുട്ടികളെയും കലാലയങ്ങളിലേക്ക് ഇരച്ചു കയറി കടിക്കാനും മാന്താനും പറ്റുന്ന സൂംബികളായി വളർത്തണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തനെങ്കിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിലും മനസ്സിലാക്കായിരുന്നു. പിന്നെ ഇപ്പൊ വിദ്യാനികേതനെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് നിവേദനം കൊടുക്കലായി, നിവേദനം വാങ്ങലായി, FBയില് പോസ്റ്റായി, പിന്നെ പ്രഹസന സമരങ്ങളായി. പക്ഷെ കുത്തിത്തിരിപ്പൊന്നും കാര്യമായിട്ട് ഏറ്റില്ല. ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മള് പുഷ്പാർച്ചന ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മാത്രമേ വാങ്ങിക്കൂ. നമ്മൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശമായിട്ടില്ല എന്ന് പറയുന്നത് പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്തിന്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ പ്രശ്നമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? SFIക്കോ? വിദ്യാനികേതന്റെ രോമത്തിൽ തൊടാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. പ്രകടനവുമായി എത്തിയ തലമൂത്ത സഖാക്കളുടെ കരിങ്കണ്ണ് വിദ്യാനികേതൻ സ്കൂളിന്റെ നിഴലിൽ പോലും പതിക്കാനായിട്ട് സ്ഥലത്തെ സംഘപ്രവർത്തകര് കാസർഗോഡ് സമ്മതിച്ചില്ല. തൊട്ടാ പൊട്ടുന്ന കയറും 2 പോലീസും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരടി മുന്നോട്ട് സഖാക്കൾ വെച്ചില്ല. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ പ്രകടനവുമായി വന്നവരെ പറക്കിയെടുത്തുകൊണ്ട് പോണ്ടി വന്നേനെ. പക്ഷെ എന്തൊക്കെയോ ചെയ്തെന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ 2 കയറിനപ്പുറത്ത് കിടന്ന് ഭയങ്കര മൽപ്പിടുത്തം. സ്കൂളുകളിൽ കയറി പഠിപ്പ് മുടക്കിന്റെ പേരിൽ കഞ്ഞിപ്പാത്രം വരെ തട്ടി താഴെയിടുന്ന SFIക്കാർ പുതുതായി വന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ RSSകാരെ അങ്ങ് മലത്തി അടിച്ചേക്കാമെന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ട്. ഈ കുട്ടികളെയൊക്കെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. RSS ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പേടിക്കുകയാണെന്ന്. പൊട്ട കണ്ടിലെ തവള കൈയും കാലും ഇട്ട് അടിക്കുന്നതായിട്ട് ഞങ്ങൾ ഇതിനെയൊക്കെ നോക്കി കാണുന്നു.